ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് മൈലാഞ്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കപ്പോൾ ഈ അരച്ചിടുന്ന മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനും മക്കളും അധികം കോൺ മൈലാഞ്ചി യൂസ് ചെയ്യാറില്ല, ഈ അരച്ചിടുന്ന മൈലാഞ്ചിയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. മൈലാഞ്ചി അരയ്ക്കുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് പുളി കൂടെ ചേർത്തി കഴിഞ്ഞാൽ മൈലാഞ്ചിക്ക് ചുവപ്പ് കൂടുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ അതുകൂടെ ഇട്ട് കൊടുത്തിട്ടാണ് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല പേസ്റ്റാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൈലാഞ്ചി ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ ഒന്ന് ചോത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നെ പോലെ തന്നെ എൻ്റെ രണ്ട് മക്കൾക്ക് മൈലാഞ്ചി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സിയമോൾക്ക് ഇതാ കവർ കൊണ്ട് കെട്ടിയിട്ടാണ് മൈലാഞ്ചി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഐശ്വര്യ പിന്നെ കയ്യിൽ മാത്രം പോരാ, അവൾക്ക് കാലിലൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മൈലാഞ്ചി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം സിയമോളെ ഒതുക്കിയിരുത്താൻ കുറച്ച് പാടുപെട്ടു. അപ്പോൾ അതേ ഐശുവിൻ്റെ കാലിലൂടെ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ കുറച്ച് നേരം അവർക്ക് ഫോൺ വെച്ച് കൊടുത്തു. അങ്ങനെയാണ് കുറച്ച് നേരം അവർ ഒതുങ്ങിയിരുന്നത്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഞാൻ അവരുടെ കൈയും കാലും എല്ലാം കഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരെ രണ്ടുപേരെയും ഉറക്കിയ ശേഷമാണ് ഞാൻ കയ്യിൽ മൈലാഞ്ചി ഇടുന്നത്. സാധാരണ രാത്രി മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് പിന്നെ രാവിലെ എണീക്കുമ്പോഴേ അത് കഴുകാറുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോൾ ഫിയമോളെ ഇടയ്ക്ക് എണീക്കും, അതുകൊണ്ട് ആ സമയത്ത് ഞാൻ എണീറ്റ് കൈ കഴുകിട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.